ഈ ചെടിച്ചട്ടിയിൽ കുറേ നാളായി ഈ 2 ചെടി ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. ഒരു വളർച്ചയില്ല, ഒരു മുരടിപ്പൊക്കെ പോലെ. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അത് നല്ലോണം ഇളക്കിയെടുത്തിട്ട് അതിൽ നിന്ന് പറിച്ചെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ വേര് നല്ലോണം കേടായിരിക്കുകയാണ് കേട്ടോ. മുന്നേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെയായിട്ട് ഞാനത് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ നോക്കിയാൽ ഇതാണ് കേട്ടോ ഈ ചെടിയുടെ അവസ്ഥ. അപ്പോൾ 2 പോട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പോട്ടിലത്തെ ചെടി ഞാൻ എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് അപ്പോഴാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെ നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വളം കടയിൽ നിന്ന് കിട്ടും ഒരു മരുന്ന്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ മരുന്നിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ പോട്ടിൽ എന്ന് വെച്ചാൽ ആ പോട്ടിലത്തെ മണ്ണൊക്കെ മാറ്റി വേറെ മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഞാൻ ആ ചെടിച്ചട്ടിയിൽ തന്നെ ആ ചെടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വളം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ചെടിച്ചട്ടിയിൽ തന്നെ ആ ചെടി വെച്ച് കൊടുക്കാം. പിന്നെ ഉണ്ടാകുമ്പോൾ നല്ല ഇതായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുന്നേ ഞാനിങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുഴിച്ചിട്ടു. അതിന് ശേഷം വേറൊരു ചെടിച്ചട്ടി എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഓർക്കിഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാവിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വയലറ്റ് കളറ് പിന്നെ യെല്ലോ അതൊക്കെയാണ് തന്നിരിക്കുന്നത്, 2-3 എണ്ണമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിലത്തെ ആ ചെടിച്ചട്ടിയിലുണ്ടായ മണ്ണൊക്കെടായ ചെടി ഉണ്ടായിരുന്നല്ലോ, അതിലത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേറെ നല്ല മണ്ണൊക്കെ നിറച്ചു. അതിലും ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ 2 ചെടിച്ചട്ടിയിലും ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തു. ഇപ്പം എല്ലാ ചെടികൾക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഒന്നുകിൽ മുരടിപ്പ്, അല്ലെങ്കിൽ കേടാവുക, അല്ലെങ്കിൽ പിന്നെ ഇലകൾ ഇങ്ങനെ വളരാണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.